ജനതകളോട് പാർട്ടി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ തിരുവല്ല സിപിഐഎമ്മിലെ വിഭാഗീയത പ്രശ്നപരിഹാരത്തിനുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയിട്ടുണ്ട്. തെറ്റിനോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. കർശന നടപടിയാണ് നേതൃത്വം കരുനാഗപ്പള്ളിയിൽ കൈക്കൊണ്ടത്. കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്നും പ്രാദേശിക തർക്കങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെ വീണ്ടും ഭീഷണിയുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബി.ജെ.പിക്കെതിരെ വാർത്ത നൽകിയാൽ മാധ്യമങ്ങളുടെ ഓഫീസിലെത്തി ചോദിക്കുമെന്നാണ് സുരേന്ദ്രന്റെ ഭീഷണി. ബി.ജെ.പിക്കെതിരെ വാർത്ത നൽകുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃത്വ യോഗം നടന്നപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നതറിയാം. കള്ളവാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിന്റെ ഓഫീസിൽ നേരെ വന്ന് ചോദിക്കും. അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സിപിഐഎമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് പരിശീലനം നേടിയവരെത്തുന്നുവെന്ന് മുതിർന്ന സിപിഐഎം നേതാവ് ഇ.പി. ജയരാജൻ. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പോൾ അതാണ് നടക്കുന്നത്. സിപിഐഎമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനം കൊടുത്ത ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. പോസ്റ്റ് മോഡേൺ എന്ന പേരിലാണ് പരിശീലനം. ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണെന്നും ഇ.പി. ജയരാജൻ ആരോപിച്ചു. ഒറ്റപ്പാലം സിപിഐഎം ഏരിയ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം. ജില്ലാ കമ്മിറ്റിയുടെ മൂക്കിന് താഴെയുള്ള പാലക്കാട് മണ്ഡലത്തിൽ സംഘടന ദുർബലമായത് എങ്ങനെയെന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം. ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിമർശനം. എ വിജയരാഘവനെ പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിനെയും പ്രതിനിധികൾ വിമർശിച്ചു. യുവാക്കളെ കൊണ്ടുവരുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും ഗ്രൂപ്പ് ചർച്ചയിൽ ആക്ഷേപം ഉയർന്നു. ഒറ്റപ്പാലത്ത് 8 ലോക്കൽ സെക്രട്ടറിമാരെ ഒഴിവാക്കി പുതിയ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചതിലും പ്രതിനിധികൾ അമർഷം രേഖപ്പെടുത്തി. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ പ്രതികരിച്ച മുതിർന്ന സിപിഐഎം നേതാവ് ജി സുധാകരൻ തികച്ചും വ്യക്തിപരമായ സൗഹൃദ സന്ദർശനം മാത്രമാണെന്ന് ജി സുധാകരൻ പറഞ്ഞു. തന്നെ ഇടയ്ക്ക് ഇത്തരത്തിൽ പലരും കാണാൻ വരാറുണ്ട്. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നയാളാണ് താൻ. അതിനാൽ പലരും വന്ന് കാണാറുണ്ട്. കെ സി വേണുഗോപാലും അങ്ങനെയാണ് തന്റെ വീട്ടിൽ വന്നത്. തങ്ങൾ ദീർഘകാലം നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. തീർത്തും വ്യക്തിപരമായ സന്ദർശനമാണ്. തന്നെ കാണാൻ വന്നാൽ കെ സി വേണുഗോപാൽ അദ്ദേഹം സിപിഐഎമ്മിൽ ചേരുമോ എന്നും ജി സുധാകരൻ ചോദിച്ചു. ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനത്തിൽ നിന്ന് സിപിഐഎം നേതാവ് ജി സുധാകരൻ പിന്മാറി. സിപിഐഎം വേദികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിനിടെ ജി സുധാകരന്റെ വീട്ടിൽ വെച്ച് നടത്താനിരുന്ന പരിപാടിയിൽ നിന്ന് അവസാന നിമിഷമാണ് പിന്മാറ്റം. ഇതിനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ജി സുധാകരന്റെ വീട്ടിൽ എത്തിയിരുന്നു. എന്നാൽ വിവാദത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി ജി സുധാകരൻ പിന്മാറുകയായിരുന്നു. സർവീസിൽ തുടരവെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയവരുടെ പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് നൽകി. അല്ലാത്തപക്ഷം സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൂടി സംശയനിഴലിലാകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് 2023 സെപ്റ്റംബറിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ സമർപ്പിച്ച റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നു. അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർമ്മിക്കുന്നതിന് പ്രത്യേക പ്ലാൻ സ്ഥാപിക്കുന്നതിന് ആഗോള ടെൻഡർ വിളിക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. 2019 ഏപ്രിൽ 1 മുമ്പ് നിർമ്മിച്ച വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് ജൂലൈ 30 ഇറക്കിയ ഉത്തരവാണ് ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് റദ്ദാക്കിയത്. സർക്കാരിന്റെ ഈ ഉത്തരവ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നടപ്പിലാക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്നും കോടതി വിമർശിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെതിരെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ അന്വേഷണം. IMAക്ക് അല്ലാത്ത വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപസ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലെന്ന് രജിസ്ട്രേഷൻ IG-യുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് അന്വേഷണം. അന്വേഷണം നടത്താൻ തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാറെ സർക്കാർ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ വയനാട് ജില്ലയിലടക്കം 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിൽ തീരം തൊട്ട ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിലാണ് കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നത്. തീരത്തെത്തിയതിനു ശേഷം ഫിൻജാൽ ചുഴലിക്കാറ്റ് പുലർച്ചെ 4 മണിയോടെ വടക്കൻ തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും തീരം കടക്കാൻ തുടങ്ങിയിരുന്നു. ശക്തി കുറഞ്ഞ ഫിൻജാൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് ഫിൻജാൽ പൂർണ്ണമായും കരയിൽ പ്രവേശിച്ചത്. പുതുച്ചേരി, കടലൂർ, വിഴുപ്പുരം എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഫിൻജാലിന് ശക്തി കുറഞ്ഞതിന് പിന്നാലെ ചെന്നൈ വിമാനത്താവളം തുറന്നു. ചെങ്കൽപ്പേട്ട് അടക്കം 6 ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് തുടരുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ. ഒരു സഖ്യ രൂപീകരണത്തിനും ആം ആദ്മി പാർട്ടി ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി ഡൽഹിയിലെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ്. ഗുണ്ടാസംഘത്തിന്റെ ഭീഷണി നേരിട്ട AAP MLA ജയിലിൽ അടച്ചു. തനിക്കെതിരായ ആക്രമണങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു.
മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുന്ന ഏക്നാഥ് ഷിൻഡെയ്ക്ക് 2 ദിവസമായി പനിയും തൊണ്ടയിൽ അണുബാധയുമാണെന്ന് ഡോക്ടർ. അദ്ദേഹം സുഖം പ്രാപിച്ചു വരികയാണെന്നും കുടുംബ ഡോക്ടർ RM പത്രേ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ സ്വന്തം ഗ്രാമത്തിൽ 4 ഡോക്ടർമാരുടെ സംഘം ഏക്നാഥ് ഷിൻഡെയെ ചികിത്സിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പെർത്തിൽ നടന്ന ആദ്യ ബോർഡർ ഗവാസ്കർ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരുന്നു. നായകൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ പേസ് ബൌളിംഗ് സൂപ്പർ താരം ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിച്ചിരുന്നത്. ഇപ്പോഴിതാ ബുംറയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ നായകനും ഇതിഹാസ ബാറ്ററുമായ സ്റ്റീവ് സ്മിത്ത്. ആദ്യ മത്സരത്തിൽ 8 വിക്കറ്റ് നേടി ടീമിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച ബുംറയാണ് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. 295 റൺസിനാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്.